വയനാട്ടിലെ ഓരിൻ്റെ ഏറ്റവും മുകൾ ഭാഗത്തിൽ നിന്നാണ് ഞാനിപ്പോൾ വീഡിയോ ചെയ്യുന്നത്. ഇതിൻ്റെ താഴ്വരയിലേക്ക് ഇറങ്ങിപ്പോകുന്ന വഴികളും മറ്റുമൊക്കെ വളരെ മനോഹരം തന്നെയാണ്. ആരും ആസ്വദിക്കുന്ന രൂപത്തിലുള്ള പ്രത്യേകമായ സംവിധാനങ്ങളാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. ഇതൊരു കുന്നിൻ പ്രദേശമാണ്. അതിൻ്റെ പരിസരങ്ങളിലൂടെ വലിയ ഇലക്ട്രിസിറ്റി പോസ്റ്റുകളും അതിൽ പവർ KSEBയുടെ സംവിധാനങ്ങളുമൊക്കെ ഇവിടെ ഉണ്ട്. ഇനി ഞാൻ ഓരിലേക്ക് പോവുകയാണ്. ഞാനിപ്പോൾ ഓരിൻ്റെ താഴ്വരയിലേക്കാണ് പോകുന്നത്. രണ്ട് സൈഡിലും രണ്ട് കെട്ടിടങ്ങൾക്കിടയിലൂടെ തന്നെയാണ് അതിലേക്ക് ഇറങ്ങിപ്പോകുന്നത്. ഈ പാതയോരങ്ങളിൽ പ്രത്യേകമായി ഒരുക്കിയ സംവിധാനം അതൊരു വൈബ് തന്നെയാണ് കേട്ടോ. ഇവിടുന്ന് ഈ ഊരുകൾ കാണുമ്പോൾ വളരെ മനോഹരം തന്നെയാണ്. ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് തനത് അമ്പെയ്ത്ത് കേന്ദ്രം എന്ന ബോർഡ് വെച്ചിട്ട് ചെറിയൊരു ടിക്കറ്റ് സംവിധാനമൊക്കെ ഒരുക്കി വെച്ചിട്ടുണ്ട്. ഞാൻ ഈ ഭാഗത്തിലുള്ള ഓരോ ഭാഗോദയങ്ങളും എൻ്റെ ക്യാമറയിൽ ഒപ്പിയെടുക്കുമ്പോൾ അവിടെ ഓരോരുത്തരും ഇവിടെയുള്ള സംവിധാനങ്ങളും മറ്റൊക്കെ ആസ്വദിച്ചു കൊണ്ടിരിക്കുന്നതും ഞാൻ ശ്രദ്ധിക്കപ്പെട്ടു. ഇവിടെ കാണുന്ന ആദ്യത്തെ ഊരിലേക്കാണ് ഇനി ഞാൻ പ്രവേശിക്കാനൊരുങ്ങുന്നത്. തികച്ചും പുല്ലുകൾ കൊണ്ട് തന്നെയാണ് ഈ ഊരുകൾ നിർമ്മിച്ചിട്ടുള്ളത്. 1-2 കാലവർഷങ്ങൾ ഇതിലൂടെ വന്നു കഴിഞ്ഞാൽ തീർത്തും പ്രതിരോധശേഷി തീർക്കാൻ വേണ്ടി ഇതിൻ്റെ താഴ്ഭാഗത്ത് ഷീറ്റുകളും മറ്റും മേഞ്ഞതായിട്ടും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഈ താഴ്വരയിലുള്ള ഊരിലേക്കാണ് ഇനി ഞാൻ പോകുന്നത്. ഇതിനകത്ത് പല കാഴ്ചകളുമുണ്ട് എന്ന് ഞാൻ കേൾക്കുകയും അത് കാണുവാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇറങ്ങിപ്പോരുന്നത്. ഇതിൻ്റെ പാതയോരങ്ങളിലുള്ള രസകരം തീർത്തും വീഡിയോ എടുക്കാൻ ആനന്ദം തന്നെയാണ്. ഇവിടെ എല്ലാ വിഭാഗം ആളുകളുമുണ്ട്. ഉസ്താദുമാരും സാധാരണക്കാരും എല്ലാവർക്കും ആസ്വാദകരമായിട്ട് തന്നെയാണ് ഇവിടെയുള്ളത്. ഒരു പഴയ ഊര്, ഇതിൻ്റെ കോലായും സ്റ്റെപ്പുകളുമൊക്കെ തീർത്തും നമ്മളെ പഴയ കാലത്തേക്ക് നമ്മളെ കൊണ്ടുപോകുന്നതാണ്. ഞാൻ ഇതിനകത്തേക്ക് പ്രവേശിക്കുകയാണ്. ഇവിടെ പഴയ കാലത്ത് പറയന്മാരുണ്ടാക്കുന്ന കൊട്ടയും അതുപോലെ മുറങ്ങളും തലയിൽ ധരിച്ചിരുന്ന തൊപ്പിയും ആട്ടുതൊട്ടിലുമെല്ലാം ഇവിടെയുണ്ട്. ഇത് കണ്ടുകൊണ്ട് ഇതിൻ്റെ മനോഹാരിത ദർശിക്കുന്ന പല ആളുകളെയും ഞാൻ ഇവിടെ കാണാൻ കഴിഞ്ഞു. ഇവിടെ പ്രത്യേകമായിട്ടും ഇപ്പോഴും പഴയകാലത്തെ തീ കത്തിക്കുന്ന ഓർമ്മകൾ അയവിറക്കിയിട്ട് നിങ്ങൾക്ക് കാണുന്ന ചെറിയൊരു പ്രകാശത്തിൻ്റെ വെട്ടത്തിൽ നിങ്ങൾക്ക് തീ കത്തിക്കുന്നത് കാണാൻ കഴിയും. അതിൻ്റെ മുകളിൽ അല്പം വിറക് വെച്ച് തൊട്ടടുത്തായി ഉറി കെട്ടി അതിനകത്ത് 2-3 ചട്ടികളൊക്കെ തൂക്കിയിട്ട് ഇതെല്ലാം ഈ പ്രദേശത്ത് നമുക്ക് ദർശിക്കാൻ കഴിയും. പഴയകാല ഓർമ്മയിലെ പണിയന്മാർ ദ്രാവിഡ സംസ്കാരത്തിൻ്റെ മൂർധന്യഭാവത്തിൻ്റെ പിക്ചേഴ്സുകളും ഇവിടെ ഞാൻ കണ്ടുകൊണ്ടേയിരിക്കുകയാണ്. മനുഷ്യനിർമ്മിതിയോളം പഴക്കമുള്ള പ്രദേശത്തിൻ്റെ സൗകുമാര്യതയെ ഓർത്തെടുക്കുന്ന ഓരോ രംഗങ്ങളാണ് ഇവിടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ വരുന്ന ഓരോ ആളുകളും ഈ ചെറിയ ചെറിയ ഊരിൽ ചെറിയ ചെറിയ കൊച്ചു കൊച്ചു സമയങ്ങൾ വിശ്രമിക്കുന്നതും ആസ്വദിക്കുന്നതുമൊക്കെ ഞാൻ ഇവിടെ കണ്ടുകൊണ്ടേയിരുന്നു. ഇതിലേക്ക് വഴിയുന്ന വഴിയോരങ്ങൾ ആളുകൾക്ക് എപ്പോഴും ഒരു വൈബും ഓർത്തെടുക്കാൻ ഉതകുന്ന രൂപത്തിലും തന്നെയാണ്. എൻ്റെ നാട്ടുകാരും അയൽനാട്ടുകാരുമൊക്കെ ഞങ്ങളുടെ കൂടെയുണ്ട്. എല്ലാം ആസ്വദിച്ചു കൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഇവിടെയൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത്.